ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ 9ാമത്തെ ചാപ്റ്ററാണ് ചേർക്കാം പിരിക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ പറഞ്ഞേക്കുന്നതൊന്ന് വായിച്ചു നോക്കാമേ. കൽക്കണ്ടം നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ? കൽക്കണ്ടം രുചിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ രുചി എന്താണ്? കൽക്കണ്ടത്തിന് മറ്റെന്തെല്ലാം പ്രത്യേകതകളുണ്ട്? നമ്മൾ കൽക്കണ്ടം കഴിച്ചിട്ടുണ്ട്. കൽക്കണ്ടം എങ്ങനെ ഇരിക്കും? ഒരു വെളുത്ത കളറിലാണ് ഇരിക്കുന്നത് അല്ലേ? കൽക്കണ്ടത്തിന് നല്ല മധുരമാണ്. നമ്മൾ ചുമയൊക്കെ വരുമ്പോൾ കൽക്കണ്ടം കഴിക്കാറുണ്ടല്ലേ? നോക്കിക്കേ, കൽക്കണ്ടത്തിന് നിറം എന്താണ്? ഒരു വെള്ള നിറമാണ്. മണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു പഞ്ചസാരയുടെയൊക്കെ ഒരു മണം പോലെ ഫീൽ ചെയ്യും അല്ലേ? അവസ്ഥ എങ്ങനെയാണ്? ഖരാവസ്ഥയാണ് അല്ലേ? കല്ലുപോലെ ഇരിക്കും. നോക്കിക്കേ, ഒരു കഷ്ണം കൽക്കണ്ടം പൊടിച്ച് ചെറു തരികളാക്കി വീണ്ടും രുചിച്ചു നോക്കൂ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്ത് സംഭവിക്കും? കൽക്കണ്ടം വേഗം നമ്മുടെ വായിൽ നിന്ന് അലിഞ്ഞു പോകും അല്ലേ? വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ രുചിക്ക്? ഇല്ല. ഒരു തരിയെ ചെറിയ കണികകളാക്കി ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. ഇനിയും ചെറുതാക്കാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ ചെറുതാക്കുമ്പോൾ എന്ത് കാണും? വലിയൊരു കൽക്കണ്ടത്തിൻ്റെ അതേപോലെ തന്നെ ചെറിയൊരു കൽക്കണ്ടം നമുക്ക് പൊടിക്കും തോറും കാണാം. അപ്പോൾ ചെറുതാക്കുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രക്രിയ തുടർന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും കൽക്കണ്ടത്തിൻ്റെ എല്ലാ സവിശേഷതകളുമുള്ള ഏറ്റവും ചെറിയ കണിക ലഭിക്കുമല്ലോ. നമ്മൾ എത്ര ചെറുതാക്കി കൊണ്ടുപോയാലും കൽക്കണ്ടത്തിൻ്റെ രുചിയിൽ മാറ്റം വരുമോ? ഇല്ല. അത് ആ ഖരാവസ്ഥയിൽ തന്നെ തുടരും. എന്നാലും വളരെ ചെറിയ കണികയായിട്ടത് നിലനിൽക്കും അല്ലേ? അപ്പോൾ എന്താണ്? വലിയ കൽക്കണ്ടത്തിൻ്റെ സവിശേഷത തന്നെയാണ് അത് ഏറ്റവും പൊടിയാക്കുമ്പോഴും അല്ലേ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറുതാക്കിയാലും വലിയ കൽക്കണ്ടത്തിൻ്റെ എല്ലാ സവിശേഷതകളും ആ ചെറിയ കണികയ്ക്കും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? നാം കൽക്കണ്ടത്തിൻ്റെ തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ വലിയ കൽക്കണ്ടത്തെ നമ്മൾ ഏറ്റവും ചെറിയ കൽക്കണ്ടമാക്കി മാറ്റി. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്? കൽക്കണ്ടത്തിൻ്റെ തന്മാത്ര എന്ന് പറയും. അപ്പോൾ തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ? മോളിക്യൂൾ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പോൾ വലിയൊരു കൽക്കണ്ടമായിരുന്നു. ആ കൽക്കണ്ടത്തെ നമ്മൾ പൊടിച്ച് ഏറ്റവും ചെറിയൊരു കണികയാക്കി. അപ്പോൾ വലിയ കൽക്കണ്ടത്തിൻ്റെ രുചി തന്നെ, അല്ലെങ്കിൽ വലിയ കൽക്കണ്ടത്തിൻ്റെ എല്ലാ സവിശേഷതകളും ആ ചെറിയ കണികയ്ക്ക് ഉണ്ട് അല്ലേ? ആ ചെറിയ കൽക്കണ്ടത്തിൻ്റെ കണികയ്ക്കുണ്ട്. അതാ പറയുന്നത്, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിൽക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഓക്കെ, നോക്കിക്കേ, ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ്. കൽക്കണ്ടത്തിൽ അതിൻ്റെ തന്മാത്രകൾ മാത്രമല്ലേ ഉള്ളത്. നമ്മൾ വലിയ കൽക്കണ്ടത്തെ പൊട്ടിച്ച് ഏറ്റവും ചെറിയ കണികയാക്കി അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എല്ലാ സവിശേഷതകളുമുള്ള കൽക്കണ്ടത്തിൻ്റെ ചെറിയ കണിക കിട്ടി. അവിടെ ഒരു തന്മാത്രയെ നമ്മൾ കണ്ടുള്ളൂ. അപ്പോൾ കൽക്കണ്ടത്തിൽ ഒരു തന്മാത്രകളേ ഉള്ളൂ. നോക്കിക്കേ, ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ എന്താ പറയുന്നത്? ശുദ്ധ പദാർത്ഥം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നേ? ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധ പദാർത്ഥമെന്ന് പറയുന്നു. ഇനി നോക്കിക്കേ, പ്രധാനപ്പെട്ട പോയിന്റാണ്. ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. ശുദ്ധ പദാർത്ഥങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കിക്കേ. കറിയുപ്പ്, അലൂമിനിയം, ഗ്ലിസറിൻ, അപ്പക്കാരം, കോപ്പർ, ചെമ്പ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓക്സിജൻ, വെള്ളി, തുരിശ്. ഇതൊക്കെ എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ്. നോക്കിക്കേ, കൽക്കണ്ടം ജലത്തിൽ ലയിച്ചാൽ ലഭിക്കുന്ന ലായനിയിൽ ഏതെല്ലാം തന്മാത്രകൾ ഉണ്ടാകും? ഏതൊക്കെ ഉണ്ടാകും? കൽക്കണ്ടത്തിന്റെ തന്മാത്രയും കാണും, ജലത്തിന്റെ തന്മാത്രയും കാണും അല്ലേ? നോക്കിക്കേ, മിശ്രിതം. എന്താണ് മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കേ,
ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതമെന്ന് പറയാം. നമുക്കറിയാം ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. ജലത്തിലേക്ക് കൽക്കണ്ടം ഇടുമ്പോൾ കൽക്കണ്ടത്തിന്റെ തന്മാത്രയുമായില്ലേ? നോക്കിക്കേ, ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്താ പറയുന്നത്? മിശ്രിതമെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, പദാർത്ഥം കാണിച്ചിട്ടുണ്ട്, അടങ്ങിയ തന്മാത്രകളും കാണിച്ചിട്ടുണ്ട്. പഞ്ചസാര ലായനി അടങ്ങിയിട്ടുള്ള തന്മാത്രകൾ ഏതൊക്കെയാണ്? പഞ്ചസാര, ജലം. സോഡയില് ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ ശുദ്ധപദാർത്ഥമാണ്, നമ്മൾ പറഞ്ഞില്ലേ, ഓക്സിജൻ മാത്രമേ ഉള്ളൂ. വായുവില് എന്താണ്? നൈട്രജൻ, ഓക്സിജൻ, ജലകണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉണ്ട്. മെർക്കുറി ശുദ്ധപദാർത്ഥമാണ്. മെർക്കുറി മാത്രമേ ഉള്ളൂ, മെർക്കുറിയുടെ തന്മാത്ര മാത്രമേ ഉള്ളൂ. ഇരുമ്പും ശുദ്ധപദാർത്ഥമാണ്. കോപ്പർ സൾഫേറ്റ് ശുദ്ധപദാർത്ഥമാണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്? തുരിശ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് തന്മാത്രയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, മിശ്രിതങ്ങൾ പലതരം. ഒരു സ്ഫടിക ഗ്ലാസ്സിലെ ജലത്തിൽ കുറച്ച് ഉപ്പും മറ്റൊരു ഗ്ലാസ്സിലെ ജലത്തിൽ ചോക്കുപൊടിയും ഇട്ട് നന്നായി ഇളക്കി വെക്കുക. കുറച്ച് സമയത്തിന് ശേഷം 2 ഗ്ലാസും ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കാണുന്നത്? ഉപ്പും ചോക്കുപൊടിയും ജലത്തിൽ ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു സ്ട്രോ ഉപയോഗിച്ച് ഉപ്പുലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലായനി എടുത്ത് രുചിച്ചു നോക്കൂ. എല്ലാ ഭാഗത്തും ഒരേ രുചിയാണോ? നമുക്കറിയാം, നമ്മൾ ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്തു? ഉപ്പ് കലക്കി വെച്ചു. ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്തു? ചോക്കുപൊടി കലക്കി വെച്ചു. അപ്പോൾ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഉപ്പ് ചേർത്ത ജലത്തിൽ ഉപ്പ് അതിൽ ലയിച്ച് ചേർന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചോക്കുപൊടി ചേർത്തതിൽ കുറച്ച് കഴിയുമ്പോൾ എന്താ കാണുന്നത്? ചോക്കുപൊടി അടിഞ്ഞ് താഴെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ചോക്കുപൊടി ജലത്തിൽ എത്തിയിട്ടുണ്ടാവില്ല അല്ലേ? എന്നാൽ നമുക്ക് ഉപ്പിൻ്റെ ലായനി എടുത്ത് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ രുചിയാണ് അനുഭവപ്പെടുന്നത്. ശരിയല്ലേ? അപ്പോൾ ചോക്കുപൊടി എന്ത് ചെയ്യും? കുറച്ച് സമയം കഴിയുമ്പോൾ അടിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. മുകളിൽ തെളിഞ്ഞ ജലം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഏകാത്മക മിശ്രിതം, ഹോമോജീനിയസ് മിക്സ്ചർ എന്താണ്? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. അതിനുദാഹരണമാണ് ഉപ്പ് ലായനി. ഓക്കെ, ചോക്കുപൊടി കലർത്തിയ ലായനി നിരീക്ഷിച്ചില്ലേ? ചോക്ക് കണികകൾ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ കാണപ്പെടുന്നുണ്ടോ? ഒരേ അളവിൽ കാണപ്പെടുമോ? ഇല്ല, അത് വ്യത്യസ്തമായിട്ടാണ് കിടക്കുന്നത്. നമുക്കറിയാം, ചോക്കുപൊടിയിൽ ചോക്ക് എന്ത് ചെയ്യും? അടിഞ്ഞു കിടക്കും. അപ്പോൾ ഒരേ പോലെയല്ല എല്ലാ ഭാഗവും കാണപ്പെടുന്നത്. ഇനി നോക്കിക്കേ, അല്പം സംഭാരം ഒരു ഗ്ലാസ്സിലെടുത്ത് നിരീക്ഷിക്കൂ. എന്തെല്ലാം ഘടകങ്ങൾ കാണുന്നുണ്ട്? അവ എല്ലാ ഭാഗത്തും ഒരേപോലെ വ്യാപിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മൾ സംഭാരം കലക്കുമ്പോൾ നല്ലതുപോലെ മോര് മാത്രം ഉപയോഗിച്ച് കലക്കുവാണെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കും. എന്നാൽ അതിൽ വെള്ളം ചേർക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ആ മോരടിഞ്ഞിരിക്കുന്നതായിട്ട് കാണും അല്ലേ? ഇത് നോക്കിക്കേ, ഭിന്നാത്മക മിശ്രിതം, ഹെട്രോജീനിയസ് മിക്സ്ചർ. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനുദാഹരണമാണ് ചോക്കുപൊടി നമ്മൾ പറഞ്ഞത് അല്ലേ? ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് പരിചയമുള്ള മിശ്രിതങ്ങൾ നോക്കാം. നാരങ്ങ വെള്ളം, കരിങ്ങാലി വെള്ളം. നമുക്കറിയാം, സാമ്പാറൊക്കെ എന്താണ്? ഒരു മിശ്രിതമാണ്. അല്ലെങ്കിൽ മോരും വെള്ളം, അല്ലെങ്കിൽ കറി വെച്ച മോരില്ലേ, രസം, ഇതൊക്കെ എന്താണ്? മിശ്രിതമാണ് അല്ലേ? നോക്കിക്കേ, ഈ മിശ്രിതങ്ങളെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് ഏകാത്മക മിശ്രിതമായിട്ടും ഭിന്നാത്മക മിശ്രിതമായിട്ടും ഒക്കെ മനസ്സിലാകും. ഇപ്പം നാരങ്ങ വെള്ളം എന്താണ്? ഏകാത്മക മിശ്രിതമാണ്. നമ്മളത് എവിടെ നിന്നെടുത്ത് രുചിച്ചു നോക്കിയാലും ഒരേ രുചി തന്നെയാണ്. കരിങ്ങാലി വെള്ളവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ലേ? ഓക്കെ,
ശരി, അടുത്ത് നോക്കാം. ലായനികൾ പലതരം. നമ്മൾ ലീനത്തെക്കുറിച്ചും ലായകത്തെക്കുറിച്ചും ലായനിയെക്കുറിച്ചൊക്കെ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. എന്താ പറയുന്നത്? എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. നാം ഉപയോഗിക്കുന്ന പല ലായനികളും ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ്. എന്താ പറയുന്നത്? നാം ഉപയോഗിക്കുന്ന പല ലായനികളും എന്താണ്? ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ്. എന്നാൽ എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലല്ല. എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലാണോ? അല്ല. ഖരാവസ്ഥയിലും ഉണ്ട്, വാതകാവസ്ഥയിലും ഉണ്ട്. നോക്കിക്കേ, ഈ പട്ടിക നമുക്ക് നോക്കാം. ലായനി ഏതൊക്കെയാണ്? ബ്രാസ്, സോഡ, ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്, വായു. അപ്പോൾ ബ്രാസിൽ ഉൾപ്പെട്ടേക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? സിങ്ക്, കോപ്പർ. സോഡയിൽ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്ലിസറിനും ജലവും. നമുക്കറിയാം വായുവിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലകണികകൾ മുതലായവ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാസ് എന്ന് പറയുന്നത് ഖരത്തിൽ ലയിച്ചതാണ്. ബ്രാസ് എന്ന് പറയുന്നത് എന്താണ്? ഖരത്തിൽ ലയിച്ചതാണ്. അതിനുദാഹരണമാണ് സ്റ്റീലും എന്താണ്? ഖരത്തിൽ ലയിച്ചതാണ്. ഓക്കെ, സ്റ്റീലില് ഇരുമ്പിൽ കാർബണും നിക്കൽ, ക്രോമിയം. ഓക്കെ, ഇനിയും ദ്രാവകത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് പഞ്ചസാര ലായനിയും ഉപ്പ് ലായനിയും. എന്താണ്? ദ്രാവകത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് പഞ്ചസാര ലായനിയും ഉപ്പ് ലായനിയും. ഓക്കെ, ദ്രാവകത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് നേർപ്പിച്ച ആസിഡുകൾ അല്ലെങ്കിൽ വിനാഗിരി. ദ്രാവകത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് നേർപ്പിച്ച ആസിഡുകൾ അല്ലെങ്കിൽ വിനാഗിരി. വാതകം ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് പല്ലാഡിയം മെറ്റൽ. വാതകം ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് പല്ലാഡിയം മെറ്റൽ. ഓക്കെ, വാതകം ദ്രാവകത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് ഏത്? സോഡ, ജലവും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ, വാതകം ദ്രാവകത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് സോഡ. വാതകത്തിൽ ലയിച്ചതിന് ഏതാണ് ഉദാഹരണം? പാചകവാതകം അല്ലെങ്കിൽ വായു. നമുക്കറിയാം വായുവിലെ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് അല്ലേ? വായു, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. വാതകത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് വായു, പാചകവാതകം. ഓക്കെ, നോക്കിക്കേ, വേർതിരിക്കൂ. ഒന്നിലധികം വസ്തുക്കൾ കലർന്നതോ ലയിച്ചതോ ആയ പദാർത്ഥങ്ങളാണല്ലോ നാം ഇതുവരെ പരിശോധിച്ചത്. ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ കഴിയുമോ? നമുക്ക് പരീക്ഷണം നോക്കാം. നോക്കിക്കേ, ഒരു ഗ്ലാസ് ജലത്തിൽ കുറച്ച് മണലിട്ട് നന്നായി ഇളക്കും. മണലിട്ടിളക്കുമ്പോൾ കണ്ട ചിത്രത്തിൽ കാണിച്ചേക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളം ഇങ്ങനെ കലങ്ങി മണൽ അടിവശത്തോട്ട് അടിയാൻ തുടങ്ങും അല്ലേ? പിന്നെ എന്താ ചെയ്യേണ്ടത്? മറ്റൊരു ഗ്ലാസ്സിലെ ജലത്തിൽ അല്പം ഉപ്പ് ചേർത്തിളക്കൂ. ഉപ്പിന് എന്ത് സംഭവിക്കും? ഉപ്പ് ജലത്തിൽ ലയിച്ചു ചേരും. ഇവിടെ മണൽ എന്ത് ചെയ്യും? മണല് താഴേക്ക് അടിയും. ഓക്കെ, അപ്പോൾ കുറേ ടൈം വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ വെള്ളം തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാം. താഴെ മണ്ണൊക്കെ അടിഞ്ഞു നിൽക്കുന്നതായിട്ടും കാണാം. എന്നാൽ ഉപ്പ് ജലത്തിൽ ലയിച്ചു ചേർന്ന ഉപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, നമുക്ക് ഈ ജലത്തിൽ നിന്ന് മണലിനെ നമുക്ക് വേർതിരിച്ച് മാറ്റാൻ സാധിക്കും അല്ലേ? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ മണൽ അടിയുമ്പോൾ നമുക്ക് ജലത്തെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഉപ്പ് കലർന്ന ജലത്തെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ അങ്ങനെ സാധിക്കത്തില്ല. ഇവിടെ എന്താ പറയുന്നത്? ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. അപ്പോൾ മണൽ കലക്കിയ വെള്ളം എന്ത് ചെയ്യും? കുറേ സമയം വെക്കുമ്പോൾ മണൽ അടിയിൽ അടിയും. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തെളിഞ്ഞ വെള്ളത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. നോക്കിക്കേ, വെള്ളം തെളിയിക്കാൻ നമ്മൾ തെളിയൂറ്റി കിട്ടുന്ന ജലം
എടുത്തു നോക്കും അല്ലേ, അത് പൂർണ്ണമായിട്ടും തെളിഞ്ഞതാണോ, അതിൽ ഇനിയും മണൽ കാണും അല്ലേ, മണ്ണ് കാണും. അപ്പോൾ അത് കൂടുതലും തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കാണിച്ചേക്കുന്ന ഏത് വസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഫണൽ കാണിച്ചിട്ടുണ്ട്, ചായയരിപ്പ കാണിച്ചിട്ടുണ്ട്, ഫിൽറ്റർ പേപ്പർ കാണിച്ചിട്ടുണ്ട്, തുണിക്കഷ്ണം കാണിച്ചിട്ടുണ്ട്, വട്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതിനായിരിക്കും ചെറിയ അരിപ്പ ഉണ്ടായിരിക്കുക? നമ്മൾ ഫിൽറ്റർ പേപ്പർ ആയിരിക്കും എടുക്കുക അല്ലേ. ഫിൽറ്റർ പേപ്പർ എടുത്ത് നമ്മൾ ഫണലിൽ വെച്ചിട്ട് അരിച്ചു നോക്കുമ്പോൾ ഒരുപാട് മണൽ അതിൽ അടിയും, ശരിയല്ലേ? അതുപോലെ തന്നെ നോക്കിക്കേ, പുട്ടിനും പത്തിരിക്കും അരിപ്പൊടി തയ്യാറാക്കുമ്പോൾ എങ്ങനെയുള്ള അരിപ്പയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള അരിപ്പയായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ കെട്ടിടപ്പണിക്ക് നമ്മൾ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത് പോലെ മണൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള അരിപ്പ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വലിയ കല്ലുകളൊക്കെ മാറിക്കിടക്കും, മണൽത്തരി മാത്രം അരിച്ച് വേർതിരിച്ച് കിട്ടും. ഒരു മിശ്രിതത്തിൽ നിന്ന് ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കാൻ നമ്മൾ അരിപ്പ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള അരിപ്പകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. ഇനി നോക്കിക്കേ, ലയിച്ചു ചേർന്നവ വേർതിരിക്കാൻ. ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ, ഉപ്പുലായനിയിൽ നിന്ന് അരിപ്പ ഉപയോഗിച്ച് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ കഴിയുമോ? ഇല്ല. ഉപ്പ് ജലത്തിൽ നല്ലോണം ലയിച്ചു ചേർന്നിട്ടുണ്ടല്ലേ, നമുക്ക് കാണാൻ കഴിയാത്ത പോലെ തന്നെ ജലത്തിൽ ഉപ്പ് ലയിച്ചു ചേർന്നിട്ടുണ്ട്. നമുക്കതിനെ അരിച്ചു മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അതിന് പകരം എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു സ്റ്റീൽ സ്പൂണിൽ കുറച്ച് ഉപ്പുവെള്ളം എടുത്ത് എന്ത് ചെയ്യണം? സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കും. ജലം ബാഷ്പമായി പോകുമ്പോൾ സ്പൂണിൽ ബാക്കിയാകുന്നത് എന്താണ്? ഉപ്പായിരിക്കും അല്ലേ. അപ്പോൾ കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന ഉപ്പളങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ നല്ല ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഉപ്പുവെള്ളം എടുത്ത് ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് ജലം എന്ത് ചെയ്യും? ബാഷ്പമായിട്ട് പോകും. താപം സ്വീകരിച്ച് ജലം ബാഷ്പമായിട്ട് പോകും, അവിടെ ഉപ്പ് എന്ത് ചെയ്യും? ബാക്കിയാകും അല്ലേ. ഒരു ദ്രാവകം താപം സ്വീകരിച്ചതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തെ എന്താ പറയുന്നത്? ബാഷ്പീകരണം. ഓക്കെ, ഇരുമ്പ് പൊടി വേർതിരിക്കാൻ. ലോഹവാതിലുകളും ഗേറ്റുകളും ഉണ്ടാക്കുന്ന ഒരു പണിശാലയിൽ അലൂമിനിയം പൈപ്പുകളും ഇരുമ്പ് പൈപ്പുകളും മുറിച്ചപ്പോഴുണ്ടായ പൊടികൾ ചേർന്ന് കിടക്കുകയാണ്. ഇവയിൽ നിന്ന് ഇരുമ്പ് പൊടിയും അലൂമിനിയം പൊടിയും എങ്ങനെ വേർതിരിക്കാം? നാം പരിശോധിച്ച ഏതെങ്കിലും മാർഗം അനുയോജ്യമാണോ? നോക്കിക്കേ, എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ സ്പൂണ്, ഫിൽറ്റർ പേപ്പർ, ഫണല്, ചായയരിപ്പ, കാന്തം, ടെസ്റ്റ് ട്യൂബ് എന്നിവ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഉപയോഗിക്കാൻ കഴിയുന്നത്? കാന്തമാണ് അല്ലേ. കാന്തത്തിൽ ഇരുമ്പ് പൊടി എന്ത് ചെയ്യും? ഇരുമ്പ് പൊടി പറ്റിപ്പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഇരുമ്പ് പൊടി വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ ഓരോ വസ്തുക്കളെയും വേർതിരിക്കാൻ നമ്മൾ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ വസ്തുക്കളുടെ ചില സവിശേഷതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? നിറത്തിലുള്ള വ്യത്യാസം, വലിപ്പത്തിലുള്ള വ്യത്യാസം, ആകൃതിയിലുള്ള വ്യത്യാസം, ഭാരത്തിലുള്ള വ്യത്യാസം, അവസ്ഥയിലുള്ള വ്യത്യാസം, സാന്ദ്രതയിലുള്ള വ്യത്യാസം, ബാഷ്പമാവുന്ന താപനിലയിലുള്ള വ്യത്യാസം, ഉരുകുന്ന താപനിലയിലുള്ള വ്യത്യാസം, കാന്തം ആകർഷിക്കുന്നതിലെ വ്യത്യാസം. ഓക്കെ, ഇനി നോക്കിക്കേ, മണലിൽ നിന്ന് ചരൽ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? അരിപ്പ് ഉപയോഗിച്ച് അരിക്കാം. പ്രയോജനപ്പെടുത്തുന്ന പ്രത്യേകത എന്താണ്? മണലിൻ്റെയും ചരലിൻ്റെയും വലിപ്പ വ്യത്യാസമാണ്. അതുപോലെ തന്നെ അരിയിൽ നിന്ന് ഉമി വേർതിരിക്കാൻ. അരിയിൽ നിന്ന് ഉമി എങ്ങനെ വേർതിരിക്കാം? പാറ്റ, അല്ലെങ്കിൽ ചിത്രത്തിൽ കാണിച്ചേക്കുന്ന പോലെ വീശ. അപ്പോൾ ഉമിക്ക് അരിയേക്കാൾ ഭാരം കുറവായതുകൊണ്ട് അത് പറന്നു പോകും. ഓക്കെ,
ശർക്കരയിൽ നിന്ന് മാലിന്യങ്ങൾ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? ഉരുക്കിയെടുത്ത ശേഷം അതിനെ നമ്മൾ അരിച്ചു മാറ്റും അല്ലേ? അങ്ങനെയാണ് ശർക്കരയിൽ നിന്ന് മാലിന്യം വേർതിരിക്കുന്നത്. ശർക്കര വേഗം ഉരുകുന്നു, മാലിന്യങ്ങൾ ഉരുകാതെ കിടക്കും. അതുപോലെ തന്നെ കടുകിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? ചരുവതലം ഉപയോഗിച്ചാണ്. കടുക് ഗോളാകൃതിയായതിനാൽ എന്ത് ചെയ്യും? വേഗം ഉരുണ്ട് വീഴും. വെള്ളത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ അടിയാൻ വെക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അരിച്ച് മാറ്റും. മണൽത്തരികൾക്ക് ഭാരം കൂടുതലാണ്. മണൽത്തരി ലയിക്കാതെ ഖരാവസ്ഥയിൽ ജലത്തിൽ കിടക്കും. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് ശേഖരിക്കുന്നു. എങ്ങനെയാണ്? ബാഷ്പീകരണമാണ്. ജലത്തിന് താപം നൽകുമ്പോൾ എന്ത് ചെയ്യും? അത് ബാഷ്പീകരിച്ച് പോകും. അപ്പോൾ ഉപ്പ് അവിടെ അടിഞ്ഞിരിക്കും അല്ലേ? ജലം ബാഷ്പമാവുന്ന താപനിലയിൽ ഉപ്പ് ബാഷ്പമാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉപ്പിനെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. മണ്ണ് നല്ലൊരു അരിപ്പ. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു കിണർ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കക്കൂസ് കുഴിയും കാണിച്ചിട്ടുണ്ട്. കക്കൂസ് കുഴിയിലെ മാലിന്യങ്ങൾ മണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൽ ചേരുന്നുണ്ട്. നോക്കിക്കേ, കിണറിലേക്ക് വരുന്ന ഉറവ് വെള്ളം എങ്ങനെയിരിക്കുന്നത്? തെളിഞ്ഞാണ് ഇരിക്കുന്നത്. നോക്കിക്കേ, കക്കൂസ് ടാങ്ക് കിണറിൻ്റെ അടുത്താണെങ്കിൽ കിണർ വെള്ളത്തിൽ മാലിന്യം കലരാനുള്ള സാധ്യത ഉണ്ടോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറയുന്നത് കേൾക്കാം. കക്കൂസ് ടാങ്ക് വെക്കുമ്പോൾ കിണറിനോട് അടുത്തായിട്ട് വെക്കരുത്. കുറച്ച് അകലം പാലിക്കണം. എന്തുകൊണ്ടാണ്? മണ്ണിലൂടെ ഒഴുകി നീങ്ങുന്ന ജലം നിരവധി സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിനാൽ നന്നായി അരിക്കപ്പെടുന്നു. അപ്പോൾ കക്കൂസ് ടാങ്കിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യും? ജലത്തിൽ മിക്സ് ആവില്ല. അപ്പോൾ നമ്മൾ കക്കൂസ് ടാങ്ക് വെക്കുമ്പോൾ കിണറിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് വേണം വെക്കാനായിട്ട്. ഓക്കെ. നോക്കിക്കേ, മിശ്രിതത്തിൽ നിന്ന് ഘടകപദാർത്ഥങ്ങൾ വേർതിരിക്കുന്ന പല രീതികൾ നമ്മൾ പഠിച്ചു. ഇവിടെ മിശ്രിതം പറഞ്ഞിട്ടുണ്ട്. അത് വേർതിരിക്കുന്ന രീതികൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഒരെണ്ണം പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? പെറുക്കി മാറ്റൽ. അരിയിൽ നിന്ന് കല്ല് പെറുക്കി മാറ്റുന്നു. ഉപ്പുലായനിയിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നു. എങ്ങനെയാണ്? ബാഷ്പീകരണത്തിലൂടെയാണ് അല്ലേ? നമ്മൾ ഉപ്പുലായനി ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായിട്ട് പോയിട്ട് ഉപ്പ് അവിടെ എന്ത് ചെയ്യുന്നു? അടിയുന്നു. പിന്നെന്താണ്? അരിക്കലിലൂടെ എങ്ങനെയാണ്? നമുക്ക് മണ്ണ് അരിച്ച് മാറ്റാനായിട്ട് സാധിക്കും അല്ലേ? മണൽ അരിച്ച് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നെന്താണ്? ശർക്കരയിൽ നിന്ന് മാലിന്യങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഉരുക്കി വേർതിരിക്കാം. നമുക്ക് ശർക്കര ഉരുക്കിയ ശേഷം മാലിന്യങ്ങൾ അരിച്ച് വേർതിരിക്കാം. ഓക്കെ. അരിയിൽ നിന്ന് ഉമി വേർതിരിക്കുന്നത് എങ്ങനെയാണ്? പാറ്റിൽ അല്ലെങ്കിൽ വീശി നമുക്ക് കളയാം. മണലിൽ നിന്ന് ചരൽ വേർതിരിക്കുന്നത് അരിപ്പ് ഉപയോഗിച്ച് വേർതിരിക്കാം. ഓക്കെ. വെള്ളത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? അടിയാനായിട്ട് വെച്ചിട്ട് നമുക്ക് അരിച്ചു മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബേസിക്കായിട്ട് പഠിക്കാൻ ഒരുപാടുണ്ട്. ബേസിക്കായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സിലേക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.